ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വളരെ സിമ്പിളായൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനാവശ്യമായ സാധനങ്ങൾ ആവശ്യത്തിന് നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള പച്ചരി, പിന്നെ തേങ്ങ, ചെറിയ ഉള്ളി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനാവശ്യമായത്. ഇനി നമ്മൾ ഒരു ചെരുവത്തിൽ കുറച്ച് ആവശ്യത്തിനുള്ള എത്രയാണോ നമ്മൾ പച്ചരി എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ വെള്ളം നല്ലോണം ചൂടായി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ വെള്ളം നല്ലോണം ചൂടായി വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച പച്ചരി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് നമ്മുടെ പച്ചരി മുഴുവനായി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങയും അരിഞ്ഞ് വെച്ച ചെറിയുള്ളിയും ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ തേങ്ങയും ചെറുള്ളി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിവ നന്നായി ചേർത്ത് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിങ്ങാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടില്ല. നമുക്കിതിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിലെ വെള്ളം ചെറുതായി വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം നല്ലോണം വറ്റി വരാനായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചോറ് ഇതാ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം വറ്റി നമ്മുടെ ഒരു ചോറെന്ന രൂപത്തിൽ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം ഒന്ന് പറയുക. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.